ഇതുവരെ കാണാത്ത കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൂവിയില് കാണാത്ത കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ് പറയാമോ? മെയിനായിട്ട് സ്റ്റണ്ട് കുറച്ച് ചെയ്യുന്നുണ്ട് ഇതില്. ചേതൻ മാസ്റ്ററാണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്, സ്റ്റണ്ട് കൊറിയോഗ്രാഫി. മാസ്റ്ററായിട്ട് നേരത്തെ ധൂമത്തിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ വിളിച്ചിട്ട് ഇതിലേക്ക് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. അത് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കുക. ബിക്കോസ് ഞാൻ വളരെ പുതിയതാണ് ഈ ഒരു കാര്യത്തിലേക്ക്. ഞാൻ മുമ്പത്തെ ഒരു പടത്തിലും സ്റ്റണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആ ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ സെറ്റിൽ ഇപ്പോൾ രാജ് സാർ ആണെങ്കിലും ഞാനാണെങ്കിലും ചേതൻ മാസ്റ്റർ ആണെങ്കിലും ജിഷോ ചേട്ടൻ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മളൊരു അല്ലെങ്കിൽ ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു. അവരുടെ അസിസ്റ്റൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് തോന്നിയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ചെയ്തു വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് സിനിമ വരുമ്പോൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ ഡയറക്ടർ പറയുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ? ചെയ്യണമെന്ന് ആഗ്രഹമാണ്, എനിക്ക് ഇഷ്ടമാണ്. ഞാനിപ്പോൾ ആക്ഷൻ മൂവീസും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സാധാരണ ഈ ആക്ഷൻ ചെയ്യുന്ന ആളുകളെ ആ സമയത്ത് സ്ട്രഗ്ലിംഗ് ഒക്കെ ആണെങ്കിൽ ഫിസിക്കലി ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇതിലെടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ക്യാരക്ടർ വളരെ നോർമൽ ആയിട്ടൊരു നോർമൽ ബോഡി ടൈപ്പാണ്, സാധാരണ ഒരു ലേഡി. അപ്പം ആ ഫിസിക്കും വെച്ചിട്ട് യു ഹാവ് ടു ഡു സം ഡയറക്ഷൻ സ്ട്രഗ്ലിംഗ്. അത് കോംപ്ലിക്കേറ്റഡ്. ദിസ് വാസ് നെവർ ആൻ ആക്ഷൻ മൂവി ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബി ട്രിം ആൻഡ് എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കര ഇതങ്ങനെ അല്ല. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്റ്റണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി വർ നോട്ട് വെരി ബോതേർഡ് അബൌട്ട് ഹൗ ഐ ലുക്ക്ഡ് ഇൻ ദ ഫിലിം. ബിക്കോസ് ഇഫ് ദാറ്റ് വാസ് കോൺസെൻട്രേറ്റഡ്, അതിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ. നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതെന്നല്ല. നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ്. ടോക്സ് എ ലോട്ട് അബൌട്ട് ഇമോഷൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം അതിൽ വി ഡിഡ്ന്റ് കോൺസെൻട്രേറ്റ് എ ലോട്ട് ഓൺ ഹൗ ഐ ലുക്ക്ഡ് ഓർ ഫിസിക്കിൻ്റെ കാര്യത്തിൽ ആയിരുന്നില്ല കോൺസെൻട്രേഷൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇറ്റ് ലുക്സ് വെരി നോർമൽ. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നുള്ളൊരു സിനിമ റിലീസായിരുന്നു. അത് ക്യാൻസൽ ഉൾപ്പെടെ ശ്രദ്ധിച്ച സിനിമയാണ്. മലയാളത്തിന്റെയും ഇന്ത്യയുടെയും യശസ് ഉയർത്തിയ സിനിമയാണ്. പക്ഷെ ആ സിനിമയുടെ OTT റിലീസിന് ശേഷം അതിലൊരു സ്പെസിഫിക് ന്യൂഡ് സീൻ എടുത്തുകൊണ്ട് അതിഥി പ്രഭയുടെ ആ സീൻ കണ്ടോ, ലീക്കായോ, ലിങ്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചർച്ചകൾ മൊത്തം പോയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ മീഡിയത്തിന് ആർട്ടിന് അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകളാണ്. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി, കഥാപാത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി പാർട്ട് വന്നത് അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ്, അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്ജ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ റിലക്ട് ആക്കുന്നുണ്ടോ, നിങ്ങളെ തടയുന്നുണ്ടോ, നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം ചെയ്യുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ? ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് സിനിമയാണ്, ആ ആർട്ടിനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ്, അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിനെ, ഇപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് വെൻ ഐ ലുക്ക് ബാക്ക്, എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം. അപ്പം അങ്ങനത്തെ ഒരു ഫിലിമാണ്, അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ, വൈ ആർ യു ആൻ ആക്ടർ. ഐ ഫേസ്ഡ് ഇറ്റ് ലൈക്ക് കുറേ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക, അയ്യോ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത്,
അപ്പൊ അമ്മ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ടോ? ഇല്ലല്ലോ, എന്റെ മോള് ജോലി ചെയ്യാൻ പോവാണ്, അപ്പൊ പിന്നെ അവളുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ജോലിയാണിത്. അപ്പൊ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട്. അപ്പം എനിക്ക് ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. വൈ ആം ഐ ആൻ ആക്ടർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ ആം വൺ. അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല. അതിൽ ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ. അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അത് ഈ ഒരു കാര്യം, അത് നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സാണെങ്കിൽ പോലും, ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മള് അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി മീഡിയ ഇന്ററാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്രയേറെ സന്തോഷം വരും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയയായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു പോയിന്റിലെത്തും, ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും. അപ്പൊ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. വി കെ നോട്ട് shut everyone's mouth, or like I always say, internet is a different world altogether. നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു. അപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിനെ എടുക്കുന്നത്. ഐ എം വെരി പ്രൗഡ്. ക്യാൻസൽ പോയപ്പോഴും ഇവർക്ക് കിട്ടിയ ഒരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ്. ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ വാസ് വെരി പ്രൗഡ് വെൻ സൂക്ഷ്മദർശിനി ആൻഡ് ഹലോ മമ്മി റിലീസ് ടുഗെദർ, ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഐ തിങ്ക് എന്താ പറയാ, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ചിലവർ പറഞ്ഞു കിട്ടാൻ വിളിക്കുന്നത്. കിട്ടാണ്ട് വരുമ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. ഇതേപോലെ സാധ്യതയുള്ള ഒരു ഫിലിമാണ് കാപ്പ് 2. അപ്പോ അതിനെത്രത്തോളം ശരിയാണ്, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്? എനിക്കറിയില്ല അങ്ങനെ സിനിമ വരുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല അത് സിനിമ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് പോലും അറിയില്ല. ഈ പറഞ്ഞ മാതിരി ആക്ഷൻ എനിക്ക് ചെയ്യാൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയും ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഫുൾ ഫ്ലെക്സ് സിനിമ കിട്ടുവാണെങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ പെർട്ടിക്കുലർ സിനിമയെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ഡിസ്കഷൻ ആദ്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഒരു ഐഡിയ ഇല്ല അങ്ങനെ സിനിമ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്ന് കഴിഞ്ഞാൽ അറിയില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു ഐഡിയ ഇല്ല. മലയാളത്തിലെ ആക്ഷൻ ചെയ്യുന്ന നടിമാർ ഭയങ്കര വിരളമാണ്. ഇപ്പൊ പണ്ട് കാലത്ത് ഈ വാണിശ്വരാന്ന് മാത്രമായിരുന്നു. ഇപ്പൊ ചുരുക്കം ഇപ്പൊ കുറച്ച് പേര് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോ ഇത് മുന്നോട്ടുള്ള പ്ലാൻ ഉണ്ട്. ഇതേപോലത്തെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആക്ഷൻസ് വാണിശ്വരാൻ ചെയ്യുന്ന ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാല് പണ്ട് 90s കിഡ്സിന്റെ ഒക്കെ ലെവല് സാധനമായിരുന്നു. അപ്പൊ അതേപോലത്തെ ഒരു സാധനം ബേസ് പറഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ആരും ഒരുപാട് പേർക്ക് ഈ ചെയ്ത് നോക്കാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാത്തോണ്ടായിരിക്കും ഒരുപാട് പേരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോ ദർശനാണെങ്കിലും എല്ലാവരും ഇപ്പൊ ചെയ്തിപ്പോ റൈഫിൾ ക്ലബ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടാവുമെന്ന്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പൊ നല്ലോണം വരുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് എന്താ പറയാ ഇങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോസസ്സായിരുന്നു. ഈ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആണെങ്കിലും ഇത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഇനി വരുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരുപാട് പേര് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും സ്റ്റണ്ട് സീക്വൻസുകൾ ചെയ്യുന്നത്. ഈ കിഷ്കിന്ധ കണ്ട് ഇറങ്ങിയതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു റിസപ്ഷനാണ് ആ മൂവിക്ക് കിട്ടിയിരിക്കുന്നത്. വൺസിനെ ഡെക്കേഡ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അപ്പൊ അപ്പറിനേക്ക് അതിനുശേഷമുള്ള ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ രുദ്രം നമുക്ക് അത്തരത്തിലുള്ള ഒരു വൺസിനെ ഡെക്കേഡ് എന്ന് പറയാൻ തക്ക രീതിയിലുള്ള ഒരു പടം പ്രതീക്ഷിക്കാമോ?
കിഷ്കിന്ത ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫിലിമാണ് ഞാൻ ആലോചിക്കുന്നത്. ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. രുദ്രവും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെന്റ്. അപ്പം ആസ് എൻ ആക്ടർ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ എം പാർട്ട് ഓഫ് ഓൾ ദീസ് ഫിലിംസ്. കിഷ്കിന്താകാണ്ടാണെങ്കിലും രുദ്രമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെയും ഭാഗമാകുന്നത്.